ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ രാവിലെ ചായക്കടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കടലൊന്നുമില്ല, എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലതും വേണം, അങ്ങനെയൊന്നും കേട്ടോ. കിട്ടുന്ന സംഭവം കൊണ്ട് വെച്ചുണ്ടാക്കും ഞാൻ. അപ്പോൾ മസാല ഉണ്ടാക്കണം. അപ്പോൾ സോയാബീനൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മസാല അങ്ങനെ തന്നെയാണല്ലോ, കുറച്ച് വെള്ളത്തിലെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതായത് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വന്നിരുന്നു കേട്ടോ, പൈപ്പിൽ വെള്ളം വന്നിരുന്നു. പിന്നെ ഞാൻ വെള്ളം പിടിച്ചേക്കാൻ നിന്നു. അപ്പോൾ ഇന്നലത്തെ വെള്ളമൊക്കെ തലേ ദിവസത്തെ വെള്ളമൊക്കെ മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കണം. പിന്നെ പാത്രങ്ങളും, അതായത് കുടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ അവിടെ പിടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഓസ് വെച്ചിട്ട് അങ്ങനെ പിടിക്കുകയാണ് ചെയ്യുക. പിന്നെ അതാ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെറുതെ വീട്ടിലത്തെ ഒരു ദിവസം. ഇന്ന് തന്നെയാണ് വ്ളോഗൊക്കെ. പ്രത്യേകിച്ച് എങ്ങോട്ടും പോകണമെന്നില്ല. അപ്പോൾ വീട്ടിലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ പാത്രമൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂട്ടിയിട്ട് കഞ്ഞിയാണ് കേട്ടോ രാവിലെ കുടിക്കുന്നത്. എനിക്ക് ചായക്കടി വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അതുമല്ല, ഉപ്പുമാവാണ് ചായക്കടി. എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ചായയല്ല, കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കറിയൊക്കെ ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. പൂളയും പിന്നെ കറുത്തയും കൂട്ടിയിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂളയൊക്കെ നന്നാക്കി എടുക്കാൻ ചെറിയ ചെറിയ പൂളയാണ്. അപ്പോൾ അതിങ്ങനെ നന്നാക്കി എടുക്കാൻ കുറേ ടൈം വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആകെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒതുക്കി വെച്ചൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ. പൂളയും കറുത്തെ ഒരുമിച്ച് നന്നാക്കിയത് അങ്ങനെ കഴുകിയെടുക്കുകയാണ്. അങ്ങനെ അത് ഏകദേശം റെഡി ആക്കിയിട്ടോ. ഞാൻ പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട്, പാകത്തിനല്ല, ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കിയിട്ടേക്ക് കറി വേണം. ഈ പൂളൊക്കെ വെക്കണമെങ്കിൽ എനിക്ക് കുറച്ച് അത്യാവശ്യം കറിയൊക്കെ വേണം. എനിക്ക് അങ്ങനെയാണ് താല്പര്യം. കറിയൊന്നുമില്ലാതെ ആകെ കുറുങ്ങി നിൽക്കുന്ന ആ രൂപത്തിലേക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഞാനും തീയൊക്കെ കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെക്കട്ടെ. തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയൊക്കെ ഒന്ന് ഓണാണോ, സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് നിൽക്കും, വീഡിയോ ഓണാക്കിയിട്ട് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനുണ്ടോ. അപ്പോൾ അത് ആകെ പരന്ന് കിടക്കട്ടേക്ക് ഇങ്ങനെ കാണണമെന്ന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അഴുക്കായ വെള്ളമൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി തുടച്ച് വൃത്തിയാക്കിട്ടോ. അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അടിച്ചോരിയിട്ട് അങ്ങനെ മുറത്തേക്കാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയിടാമല്ലോ വിചാരിച്ചപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, വണ്ടി വാങ്ങിയതിന് ഒരു ചെറിയൊരു പിക്ചർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഫോട്ടോ എല്ലാവരും കണ്ടുക്കണമെന്നില്ല എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളൊരു സ്കൂട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. എൻ്റെ ആഗ്രഹം രാജേട്ടൻ്റെ ആഗ്രഹമൊക്കെയായിരുന്നു. പക്ഷേ കൂടുതൽ അത് വാങ്ങണം എന്നുള്ളൊരു ചിന്ത വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രാജേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് വണ്ടി വാങ്ങണം എന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, അതങ്ങോട്ട് സാധിച്ചെടുത്തു കേട്ടോ. ആ ഒരു സ്വപ്നം നിറവേറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ദിവസത്തെ സന്തോഷം എന്ന് പറഞ്ഞാണ്ടല്ലോ, കുറേ നാളത്തെ ഒരു ആഗ്രഹം നിറവേറാൻ പോവുമല്ലേ. അപ്പോൾ ഞാനും രാജേട്ടനും ചേർന്നിട്ടാട്ടോ വണ്ടിയൊക്കെ വാങ്ങിയത്. ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തിട്ടാണ് വണ്ടിയൊക്കെ വാങ്ങിയത്. അപ്പോൾ ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ പിന്നെ രാജേട്ടൻ പണിയേറി വന്നിട്ട് രാജേട്ടൻ ഷീറ്റാക്കുകയാണ് കേട്ടോ വീടിൻ്റെ അടുത്ത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ രാജേട്ടനൊന്നും പറയില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് മുന്നേക്കാണെങ്കിൽ നല്ല സംസാരമാവും. ഇപ്പോൾ രാജേട്ടൻ്റെ വർക്ക് ഇതാണ് കേട്ടോ, ടൈപ്പിങ്. അപ്പോൾ വർക്ക് എന്താ അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ വറവിടാൻ നിൽക്കണതിൻ്റെ ഇടയിൽ കയ്യൊക്കെ ഒന്ന് പുള്ളി. അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വറവിടാൻ നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്ത് ഞാൻ അധികം സംഭവങ്ങളൊന്നും ഈ വറവിടണതിൽ ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഫോണിന് തീരെ ക്ലിയർ ഇല്ല. അപ്പോൾ ഞാൻ മേലൊക്കെ നോക്കുന്നുണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു കുറവാണോ കൂടുതലാണോ ഒന്നും അറിയില്ല. ഫോണിന് തീരെ ക്ലിയർ ഇല്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ അതാ എണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന ഉണക്കമുളകൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറവിടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് അങ്ങനെ കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി ചിലവർ കുറച്ചൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊക്കെയാണ് വറവിടുക. അപ്പോൾ ഞാൻ സംഭവം ഏകദേശം ഇവിടെ വറവിട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വറവിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിലേക്ക് കുറച്ച് കറി അധികം ഞാൻ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കും. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അല്ലാതെ നല്ലോണം കുറുകിയിട്ട് ഇങ്ങനെ ചോറും കൂട്ടാനും കൂട്ടിയിട്ട് ചോറിന വലിയ ഇതില്ല കേട്ടോ. അപ്പോൾ കറിയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വറവിട്ട് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പറഞ്ഞാൽ ചായക്കടി ചോറൊക്കെ ഇടത്തി ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ളിലും വൈകുന്നേരത്തിനുള്ളതൊക്കെ റെഡിയാക്കാറ് വർക്കാണ് കേട്ടോ. പിന്നെ ഉള്ളത് അടുക്കള പണി അറിയണത് അത്രയും ഉള്ളൂ. പിന്നെ എല്ലാവരും ചില്ലറ അടിച്ചു വരിക, പത്രം കഴിയുക, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അധികം വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ എന്തോ വന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ അതിവിടെ ഉണ്ട്. പിന്നെ അതൊക്കെ തിരയാൻ പോയി. പിന്നെ ലാസ്റ്റ് അത് കിട്ടി. അങ്ങനെ രാജേട്ടൻ ചോദിച്ച സംഭവങ്ങളൊക്കെ എടുത്തു കൊടുത്ത് എവിടേക്കാണ് വെച്ചിട്ടുണ്ട്. രണ്ടാൾക്കും നല്ല മറിയാണ്. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ ഏകദേശം പണികളൊക്കെ തീരാനായി. പിന്നെ ഒന്ന് തുടച്ച് ലെവലാക്കുക, വെള്ളമൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിനുള്ള ചോറിൻ്റെ വെള്ളം ഞാൻ രാവിലെ തന്നെ വെക്കും. തീയൊന്നും കത്തിക്കില്ല, അതങ്ങനെ ചൂടായിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.